സമുദായ അംഗങ്ങളുടെ അംഗസംഖ്യ പെരുപ്പിക്കാൻ മറ്റുമായി യഥേഷ്ടം ലത്തീൻ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ അതിന് പ്രധാനമായും ഇരകളാക്കപ്പെടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലുള്ളവർ തന്നെ. സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നവർ ജാതി മാറി ഇവരുടെ സംവരണാനുകൂല്യം തട്ടിയെടുക്കുന്നതിനെ പറ്റി പോലും തീരവാസികളായ പലർക്കും അറിയുകയില്ല. പ്രതിസന്ധികളോട് പടവെട്ടി എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ പൂവാർ സ്വദേശിനി വിജയമേരി അതിലൊരാളാണ്. മേരിക്ക് ഇപ്പോൾ ജീവിക്കാനായി ചെറിയ കട നടത്തേണ്ട സാഹചര്യമാണ്. അങ്ങനെ ഒരുപാട് പേരാണ് തീരദേശ മേഖലയിൽ ഉള്ളത്. അത് ആ റിപ്പോർട്ടിലേക്ക് കൂടി. ഇത് പൂവാർ സ്വദേശിനി വിജയമേരി 2012 ചെന്നൈ സർവകലാശാലയിൽ നിന്ന് IT-യിൽ ബിടെക് ബിരുദം നേടി. PSCയുടെ നിരവധി പരീക്ഷകൾ എഴുതിയെങ്കിലും ഇന്നും സർക്കാർ ജോലി ഈ 35-കാരിക്ക് സ്വപ്നം മാത്രമാണ്. ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. 2 മക്കളുണ്ട്. ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതായപ്പോൾ തീരദേശ റോഡിനോട് ചേർന്ന് ചെറിയ കട നടത്തുകയാണ് ഈ യുവതി. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരിതാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ പെണ്ണുങ്ങളായിട്ട് പഠിച്ചതും ആരുമില്ല. ഞാൻ തന്നെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞ തന്നെ. അപ്പം അതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ട്. ഞാൻ ലോൺ എടുത്താണ് പഠിച്ചത്. പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ആരുമില്ലായിരുന്നു. ലോൺ എടുത്തിട്ടും അതും ഞാൻ പ്രൈവറ്റ് ഫാമിലൊക്കെ ജോലി ചെയ്ത് തന്നെയാണ് ലോൺ അടച്ച് തീർത്തത്. പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് കുട്ടികളായി പിന്നെ അതിൻ്റെ ഒരു രീതിയിലോട്ട് മാറി. പിന്നെ നമ്മുടെ ചുറ്റുപാടനുസരിച്ച് പിന്നെ ഇപ്പോൾ ഒരു ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ അറിയാമല്ലോ, പ്രൈവറ്റായിട്ട് പോകണമെങ്കിൽ നമ്മളെന്തെങ്കിലും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും ഡൊണേഷനായിട്ട്. പോലും ടീച്ചറായിട്ട് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ കമ്പ്യൂട്ടർ ടീച്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. തനിക്കുണ്ടായ അവസ്ഥ മക്കൾക്കെങ്കിലും ഉണ്ടാകരുതെന്ന് വിജയമേരി പറയുന്നു. അപ്പോൾ എനിക്കിപ്പോൾ 35 വയസ്സായി. അപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നാളെ ഇതുപോലത്തെ ഒരവസ്ഥ, കാരണം നമുക്ക് കിട്ടേണ്ട സംവരണം നമുക്ക് കിട്ടണം എന്നുള്ള ഒരിതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നാളെ നമ്മുടെ അടുത്ത ജനറേഷൻ ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല. കടലിൽ നിന്നും 100 മീറ്റർ പോലുമില്ല വിജയമേരിയുടെ കടയിലേക്ക്. മക്കൾക്ക് നാട്ടിൽ ജോലി ലഭിക്കാത്തതിൽ വേദനിക്കുന്ന അമ്മമാരെയും ഈ തീരത്ത് കണ്ടു. 3 മാസമായി പോയിട്ട് ഒരു പിന്നെ ജോലി ഇല്ലാത്തതുകൊണ്ട് അവിടെയാണ് പോയത്. അവിടെ ജോലിയില്ല, യുദ്ധം നടക്കണുണ്ട്. എൻ്റെ മോൻ അവധിപ്പെട്ട് കിടക്കണ്. അപ്പം ഞങ്ങൾ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ വീട് പോലും സുരക്ഷിത ഇല്ലാത്ത വീടാണ്. ആ മക്കൾ പോയെങ്കിലും 10 രൂപ കിട്ടി ഞങ്ങളെ ജീവിതം നയിച്ചു പോകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. അപ്പം അവിടെ പോയി അവിടെയും ജോലിയില്ലാതെ മക്കൾ വരാൻ വേണ്ടി ഇല്ലാത്ത സ്ഥിതിയിലാണ് അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഭർത്താക്കന്മാർ കിടന്ന് കഷ്ടപ്പെട്ട് ഉപ്പുവെള്ളത്തിൽ മുങ്ങി പാടുപെടുന്നത് പോലെ ആകരുത്. ഞങ്ങളുടെ മക്കളെ നല്ലൊരു ജോലിക്ക് ആക്കണം എന്നാണ് ഞങ്ങൾ ഇത്രയും പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചാൽ ഗവൺമെൻറ് അവർ എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ 8 ലക്ഷം രൂപ പലിശയ്ക്ക് എടുത്താണ്, 2 പൈസ പലിശയ്ക്ക് നാട്ടിൽ നിന്ന് എടുത്താണ് റഷ്യയിൽ അയച്ചത്. അയച്ച് 33-ൻ്റെ അന്ന് എൻ്റെ മോൻ വീട്ടിൽ വന്നിരിക്കുന്നു. കാരണം അവനെ ആളെ കടത്തി കൊണ്ടുപോയതാണ്. അങ്ങനെയും ചെയ്യുന്നു. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലും ആളെ കടത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 8 ലക്ഷം രൂപയില്ല. എൻ്റെ മോൻ എങ്ങനെ ജീവനോടെ നാട്ടിൽ വന്ന് കയറി. കടലുമായും അനുബന്ധ ഉപജീവന മാർഗങ്ങളുമായും യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളിലുള്ളവർ പോലും 4% സംവരണത്തിൽ നിന്ന് കൈയിട്ട് വാരുമ്പോൾ വിജയമേരിയെ പോലുള്ളവർക്ക് സർക്കാർ ജോലി സ്വപ്നം മാത്രമായി തുടരാനാണ് സാധ്യത. പൂവാറിൽ നിന്ന് ക്യാമറമാൻ C വിനോദിനൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18.